എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ തോക്കും, നിങ്ങളും ആ വ്യക്തിയും ഒരുമിക്കും തീർച്ച എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചെടിയും നീലപുഷ്പവുമുള്ള പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ തോക്കപ്പെടുകയാണ്. പരീക്ഷണങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചു. ഒന്നിന് പുറകെ ഒന്നായി പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോഴും ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ആർജവും ഊർജവും ഈശ്വരൻ നൽകി. കാരണം പ്രതിസന്ധികളിൽ തുടക്കത്തിൽ നിങ്ങൾ തളർന്നിട്ടുണ്ട്, ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ പ്രതിസന്ധികളോട് തകർന്നെങ്കിലും പിന്നീട് ഊർജ്ജസ്വലമായിട്ട് നിങ്ങളതെല്ലാം നേരിട്ടു. പിന്നീട് ഊർജ്ജസ്വലമായിട്ട് നിങ്ങളതിലേക്ക് പിടിച്ചു നിന്നു. ആ പിടിച്ചു നിന്ന ആത്മവിശ്വാസവും ഈശ്വരചിന്തയും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോടുള്ള നിങ്ങളുടെ കൃത്യമായ പ്രാർത്ഥനകളും നിങ്ങളെ വിജയത്തിലേക്കാക്കുന്നു. പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ വിജയത്തിലേക്ക് വരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു ഘട്ടത്തിലൂടെ ജീവിതം കടന്നുപോയി. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും അവഗണിച്ചു. ഞാൻ കുഴിയിലേക്ക് വീഴുകയാണെന്ന് കരുതി ഒരുപാട് ആളുകൾ നിങ്ങളെ കുഴിയിലിറക്കാനും നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനും ഒക്കെ വന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അതിൽ നിന്നെല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈശ്വരൻ രക്ഷ നൽകി. അത് നിങ്ങൾ കാണിച്ച, നിങ്ങൾ മുന്നോട്ട് വച്ച ആ നന്മയുടെ വിജയം തന്നെയാണ്. അത് നിങ്ങളെ പോസിറ്റീവ് എനർജിയിലേക്ക് നയിച്ചു. ആ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങളിപ്പോൾ ശോഭിച്ച് നിൽക്കുകയാണ്, ശോഭയോടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിജയം നൽകിയത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ്. ഒരാളും വിചാരിച്ചില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജയിക്കുമെന്ന്. ഇപ്പോഴും ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പക്ഷേ അതൊരു എൻഡിലാണ്. പരീക്ഷണഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ വിജയം വരുമ്പോൾ നിങ്ങളൊട്ടും അഹങ്കരിക്കാതിരിക്കുക. നിങ്ങളെ അവഗണിച്ച ആളുകൾ വീണ്ടും വീണ്ടും കാര്യസാധനത്തിനായിട്ട്, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് സമീപിക്കാൻ ഇടയുണ്ട്. അവർക്ക് മുമ്പിൽ നിങ്ങൾ വാതിൽ തീർച്ചയായിട്ടും അടക്കണം. അവരുടെ മുമ്പിൽ നിങ്ങൾ ഇനി മണ്ടികളോ മണ്ടനോ ആകാൻ പാടില്ല. കാരണം നിങ്ങളെ അവഗണിച്ച, നിങ്ങളോട് തുറന്നു പറഞ്ഞ ആളുകളുണ്ട്, ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ആ കാലം കഴിയൽ എവിടെ തീർന്നോ? ആ കാലം കഴിയൽ നിങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയോടെ പോസിറ്റീവായിട്ട് തന്നെ ഉയർന്നു നിൽക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം തന്നത് നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ പരാജയപ്പെടും എന്ന് ഉറപ്പിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു. പരീക്ഷണ ഘട്ടങ്ങൾ അത്രയും കടുത്തതായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് നൽകിയൊരു അനുഗ്രഹമാണ്. ആ വ്യക്തിയോട് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. ആ വ്യക്തി നിങ്ങളെ എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിലും ഒരു പ്രതീക്ഷ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓർത്തുകൊള്ളുക, മനസ്സിൽ കരുതിക്കൊള്ളുക, ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഘട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ രക്ഷാകവചം സൃഷ്ടിക്കുകയാണ്. ആ ശക്തി നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ബലം കൊണ്ട് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് പരീക്ഷണവും കൈകെട്ടി നിന്ന് നോക്കി നിൽക്കുകയില്ല. എത്ര ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും അറിഞ്ഞും അറിയാതെയും നിങ്ങൾക്കെതിരെ വന്നാലും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ശക്തി കൊണ്ട് നിങ്ങൾക്കതിനെല്ലാം അതിജയിക്കാൻ കഴിയും. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒന്നിക്കും. ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഘട്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അതുതന്നെയാണ് നിങ്ങളിനി കാണാൻ ഉള്ളതും എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അതായിട്ട് രണ്ടാമത്തെ പൈല, ഈ പുഷ്പം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഒരിക്കലും ഒരു ദിവസം പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടില്ല. ഒരിക്കലും നിങ്ങളെ ഉൾക്കൊള്ളുവാൻ നല്ലൊരു വാക്ക് ആ വ്യക്തിയിൽ നിന്നുണ്ടാകും എന്ന് നിങ്ങൾ കരുതിയിട്ടില്ല. അത്രത്തോളം സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായിരുന്നു. നിങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ജീവിതത്തിൽ മല്ലിടാനുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ അതൊക്കെ നിങ്ങളിലല്ലേ, നിങ്ങളിൽ മാത്രമല്ല. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നൽകുന്ന ഒരു സ്നേഹം, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടണം, ആ സ്രോതസ്സിൽ നിന്ന് തന്നെ കിട്ടണമായിരുന്നു. അതിന് നിങ്ങളാരും സഹായിച്ചിട്ടില്ല. പരമാവധി നിങ്ങൾക്കൊപ്പം നിന്ന ആളുകളൊക്കെ ശ്രമിച്ചത് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കാനായിരുന്നു. ഒരിക്കലും ഒരുമിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അവരുടെ എല്ലാ തീരുമാനങ്ങളും, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കി മാറ്റുക, അവഗണിക്കുക, അതിനായിരുന്നു. പക്ഷേ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ വന്നിരിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നാകുന്നൊരവസ്ഥയിലേക്ക് കാലം കൊണ്ടുവരുന്നു. ആ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുമെന്ന്. നിങ്ങൾ അത്രത്തോളം വിചാരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പക്ഷേ നിങ്ങൾക്കൊപ്പം കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധം വഷളാകുന്നതിന് തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലാൻ കാരണമായി. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അകൽച്ചകൾ, അല്ലെങ്കിൽ അത്തരം അകൽച്ചകൾക്ക് കാരണമായത് അവരുടെ ഇടപെടലുകളാണ്. അവർ നിങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ഇടപെട്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. അവരുടെ ചതിക്കുഴികൾ പലപ്പോഴും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആ ചതിക്കുഴികളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട്, ആ ചതിക്കുഴികളിൽ നിന്നൊക്കെ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ചില ആളുകളുടെ പ്രാർത്ഥനകളാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മടിയായിരുന്നു. പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു കാലത്ത് ആത്മാർത്ഥമായി സ്നേഹിച്ച, എന്നിട്ട് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാത്ത ആ വ്യക്തി നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയാണ്. ഇനി ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് കടന്നു പോവില്ല. കാരണം ആ വ്യക്തിക്ക് അറിയാം, ലോകത്ത് എവിടെ പോയാലും നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ സ്നേഹം ഒരിടത്തുനിന്നും തിരിച്ചു കിട്ടില്ല. അത് സംഭവിക്കുകയില്ല. മാത്രമല്ല ആ വ്യക്തിക്ക് ചില അനുഭവങ്ങളുണ്ട്. നിങ്ങളല്ലാത്ത ചില ആളുകൾക്കൊപ്പം സമയം ചിലവഴിച്ചപ്പോൾ, അവരോടൊപ്പം പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ മാത്രമാണ് നൽകുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നത് പോലെ ആ വ്യക്തിയെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല. ആ കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ആ വ്യക്തി അതറിയുകയാണ്. ആ വ്യക്തിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതായത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി പരീക്ഷണങ്ങളുണ്ടാകില്ല. ഇനി ദീർഘമായ ജീവിതമാണ് ആ വ്യക്തിയോടൊപ്പം നിങ്ങൾക്കുള്ളത്. ആരും ശല്യപ്പെടുത്താനോ അലോസരപ്പെടുത്താനോ വരില്ല. അവരൊക്കെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അവരുടെയൊക്കെ യഥാർത്ഥ മുഖം ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.